السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في الدورة الثانية من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിനുള്ള കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയിലെ 2ാം സെമസ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മള് 19ാമത്തെ പാഠത്തിൽ എന്തായിരുന്നു പഠിച്ചത്? പാഠം വായിച്ചു തീർത്തിട്ടേ ഉള്ളൂ. എന്തായിരുന്നു പഠിച്ചത്? അതിന്റെ കൺസെപ്റ്റ് എന്തായിരുന്നു പാഠത്തിന്റെ? അൻ ആൻഡ് ലെൻ. അൻ ലെൻ വന്നു കഴിഞ്ഞാല് വരും. എന്നും ലെന്നും എന്നാലെന്നല്ല പറഞ്ഞു, ലെൻ വന്നാലാണ്. അൻ നേരത്തെ പഠിച്ചു. ലെൻ വന്നാലും ലീ വന്നാലും ലെൻ. രാമത്താലിയിൽ വന്നാലും. രാമത്താലിയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ അൻ പോലെയാണ് ലെൻ. ലെൻ ആണ് ഇവിടുത്തെ പോയിന്റ്. പിന്നെ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഏത് അക്ഷരം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു? സ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അബദൻ വന്നാല് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും അർത്ഥം? ഫോറവർ. അബദൻ ആവുമ്പോ ഫോറവർ അല്ല, പോസിറ്റീവ് ആവുമ്പോൾ നെവർ. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിന്റെ എക്സസൈസ് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി മെസ്സേജ് ഇട്ടിരുന്ന ആരെങ്കിലും കണ്ടോന്നറിയില്ല. നമ്മൾ തുടങ്ങേണ്ടത് തന്നെ ഉത്തരമാണ്, പാഠത്തിൽ നിന്നുള്ള ഉത്തരമാണ്. അതിൽ ഗ്രാമർ അല്ല വിഷയം, പാഠം മനസ്സിലായോ എന്നതാണ് വിഷയം. പാഠം മനസ്സിലായെങ്കിൽ അതിന്റെ സ്പീച്ച് അനുസരിച്ച് മറുപടി പറയുക എന്നുള്ളതാണ്. അയിന് യുരീദു അയ്യൂബു അൻ യദ്ഹബ ഫീ ഉത്ലത്തി സൈഫി എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയണം? അയ്യൂബ് യദ്ഹബു ഇല. അങ്ങനെയാണോ പറയണ്ടേ? യുരീദു അയ്യൂബ്. യുരീദു അയ്യൂബു ഇലൽ ഹിന്ദി അൻ യദ്ഹബ ഇല ബഗ്ദാദ്. അൻ യദ്ഹബ ഇലാ ബഗ്ദാദ്. ബഗ്ദാദ് ലിയസൂറ. ബഗ്ദാദിയാണോ ബഗ്ദാദു ആണോ? ബഗ്ദാദ. ഇല എന്നാൽ ലിയസൂറ ഇല ബഗ്ദാദ. ഇല ബഗ്ദാദ. ലിയസൂറ ഖാലി. ലിയസൂറ എന്നാണോ? സ്പീച്ച് മാറ്റി പറയും. റിപ്പോർട്ടർ സ്പീച്ച് അയാൾ പറഞ്ഞതിനെ റിപ്പോർട്ടർ സ്പീച്ച് ആക്കി പറയുമ്പോൾ എന്ത് വരും? ലിയസൂറ. ഇതാണ് വിഷയം. ചോദ്യം മനസ്സിലാക്കിയാൽ നമ്മൾ എങ്ങനെ ഉത്തരം പറയേണ്ട, ഇതാണ് വിഷയം. പാഠത്തിൽ പറഞ്ഞ പോലെ അല്ല നമ്മൾ പറയേണ്ടത്. ചിലപ്പോൾ ചില ചോദ്യത്തിന്റെ ഉത്തരം പാഠത്തിൽ പറഞ്ഞ പോലെ ആയിരിക്കും, ചിലത് സ്പീച്ച് മാറ്റി പറയും. അയാൾ പറഞ്ഞത് നമ്മൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? അവൻ പോകാൻ ഉദ്ദേശിക്കുന്നു. അയാൾ പറയുമ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നു എന്നാ പറയും. നമ്മൾ പറയുമ്പം അവൻ പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ സ്പീച്ച് മാറ്റും. എന്തായാലും എന്തിനാണെന്ന് ചോദിച്ചില്ല, എവിടെ പോകുന്നതെന്ന് ചോദിച്ചോളൂ. അസാനി അയിന യഅമലു ഖാലുഹു. ഹിന്ദി. അപ്പൊ സെന്റൻസ് പൂർത്തിയായോ? ഇല്ല. സെന്റൻസ് പൂർത്തിയാക്കി പറയും. ഖാലുഹു യഅമലു ഫി സിഫാറത്തിൽ ഹിന്ദി. ഈ സിഫാറത്തുൽ ഹിന്ദി. അസാലിസ് في بغداد എന്നാണെങ്കിൽ പറയാം. ബി ബഗ്ദാദ. അസാലിസ് സിഫാറത്തുൽ ഹിന്ദി ബി ബഗ്ദാദ. ബഗ്ദാദിലെ നടക്കും. الثالث لماذا يريد إخوته أن يبقوا بالمدينة المنورة؟ لماذا يريد إخوته أن يبقوا ليحفظوا
അഹ്വാത്താണ്. അഖവാത്തല്ല യഹ്വത്തുഹു. യഹ്വത്തുഹു യുരീദു യഹ്വത്തുഹു ലിയഹ്ഫളു യബ്ഖൗ ബിൽ മദീനത്തിൽ മുനവ്വറത്തി ലിയഹ്ഫളു ഖുർആനൽ കരീം. ലിയഹ്ഫളുൽ ഖുർആനൽ കരീം. الرابع لماذا تريد أخواته أن يذهبن إلى مكة؟ അഹ്വാത്തുഹു തുരിദുന അൻ തദ്ഹബ്ന ഇലാ മക്കത്തി. എന്തിനാണ് ചോദിച്ചത് അല്ലേ? ലിമാദാ തുരീദു അഖവാത്തുഹു എന്ന് ചോദിച്ചാല് നമ്മളെന്താ മറുപടി പറയേണ്ടത്? അല്ലല്ല, നമ്മളെന്താ മറുപടി പറയേണ്ടത്? ലിമാദാ തുരീദു അഖവാത്തുഹു എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മളെന്ത് പറയണം? തുരീദു അഖവാത്തുഹു എന്ന് പറയാം. അല്ലെങ്കിൽ തുരീദും അഖവാത്തും വിട്ടുകളഞ്ഞാൽ എന്ത് പറയണം? തുരിദുന. തുരിദിന എന്നാണോ പറയേണ്ടത്? യുരീദിന ആ പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുന്നു. അപ്പൊ യുരിദിനാന്ന് വരുമോ? അപ്പൊ യുരീദിന പറയാം. ഇവിടെ എന്താണ്? ഇവിടെ തുരീദ് അഖവാത്തുഹു. തുരീദു എന്താണ്? ഏകവചനമാണ്. അഖവാത്ത് പിന്നെ പറഞ്ഞതുകൊണ്ട്, തുരീദു എന്ന ക്രിയ മുമ്പേ പറഞ്ഞതുകൊണ്ട് ഏകവചനമാണ്, സ്ത്രീലിംഗ ഏകവചനമാണ്. അതേസമയം നമ്മള് അഖവാത്ത് ഒഴിവാക്കിയിട്ട് പറഞ്ഞാല് യുരിദിന എന്ന് പറയാം. യുരിദിന ഇലാ മക്കത്ത. എന്തിനു വേണ്ടി? ലിയഅ്തമിർന അല്ലെങ്കിൽ ലിൽ ഉംറതി എന്നും പറയാം. الخامس لزيارة من يذهبن إلى زيارة من. എന്താ അർത്ഥം? സിയാറത്തി മൻ നമ്മൾ മുമ്പ് പഠിച്ച പ്രയോഗമാണ്. ആരാണ് സിയാറത്ത് ചെയ്യുന്നത്? അങ്ങനെയാണോ? ആരെയാണ് സിയാറത്ത് ചെയ്യുന്നത്? സിയാറത്തി മൻ, ആര് സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്? ആര് സിയാറത്ത് എന്ന് പറയണമെന്ന് എന്താ പറയേണ്ടത്? മൻ യസൂറു എന്ന് പറയണം. ആര് സിയാറത്ത് ചെയ്യുന്നു? ഇവിടെ ചോദിച്ചത് ലിസിയാറത്തി മൻ, ആര് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ മൻ എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും വരിക. സിയാറത്ത് മുൻകടന്നാൽ അല്ലെങ്കിൽ ക്രിയ മുൻകടന്നാൽ മൻ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും വരിക. മൻ മുൻകടന്നാൽ മൻ കർത്താവായിട്ടായിരിക്കും വരിക. ഓക്കെ. മൻ ഫഅല ഹാദാ എന്ന് ചോദിച്ചാൽ മൻ കർത്താവാണ്. സിയാറത്തി മൻ എന്ന് ചോദിച്ചാൽ ആരെ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മൻ ദറബ എന്ന് ചോദിച്ചാൽ ആരടിച്ചു. ലറബത്ത മൻ എന്ന് ചോദിച്ചാൽ നീ ആരെ അടിച്ചു. അല്ലെങ്കിൽ ലറബ മൻ എന്ന് ചോദിച്ചാൽ അവൻ ആരെ അടിച്ചു. ഓക്കെ, എന്തായിരുന്നു ഉത്തരം? ലിസിയാറത്തി മൻ യദ്ഹബന ഇലാ റിയാദ്. ആരെ വിസിറ്റ് ചെയ്യണം പോകുന്നത്? എന്ത് പറയും? എന്ത് പറയും? ഉത്തരം എങ്ങനെ പറയണം? അവർ പോകുന്നു, ഇതിനു വേണ്ടിയാണ്. അവർ പോകുന്നു എന്നുള്ള വാക്ക് എങ്ങനെ പറയും? റിയാദിലേക്ക്. മക്കയിലാണോ പോണത്? മക്കയിലേക്ക് പോയി ഉംറ കഴിഞ്ഞ് അടുത്ത പറയും, അഞ്ചാമത്തെ പറയും യദ്ഹബന ഇലാ റിയാദി. എന്തിന്? അമ്മന എന്ന് പറയുമ്പോ നമ്മളെന്ത് പറയണം? അവര് പറഞ്ഞ അമ്മന എന്നാണ്. നമ്മളെന്ത് പറയണം? ഹുമ്മാണോ പെണ്ണുങ്ങളുടെ കാര്യം പറയുന്നത്? അമ്മയാണോ? ആ പെണ്ണുങ്ങൾ അമ്മിഹിന്ന.
ലിസിയാറത്തി അമ്മിഹിന്ന. സിയാറത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹുന്നയിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ അല്ല അമ്മിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി? അമ്മിന് കസ്ർ വരും. സിയാറത്തി അമ്മി, അമ്മിനെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ അമ്മിന് കസ്ർ വരും. കസ്ർ വരുമ്പോ പിന്നെ ഹുന്നയ്ക്ക് വരെ ഹിന്നയാണ് പറയുക. അലയുടെ കൂടെ ഹുവ വന്നാൽ എന്താവും? അലൈഹി, അലൈഹി വരും. അപ്പൊ അതേപോലെ അമ്മിന്റെ ഹുന്നയുടെ കൂടെ കസറുള്ള വന്നാൽ എന്തായി? അമ്മി ഹിന്ന. കിതാബുഹു എന്നുള്ളത് അല കിതാബിഹി എന്നല്ല വരിക. അല വന്നാൽ അല്ലെങ്കിൽ ബി കിതാബിഹി, കിതാബിഹി. അതാ കിതാബുഹു, റഅയ്തു ഹാദാ കിതാബുഹു, റഅയ്തു കിതാബഹു. അതേപോലെ ബി കിതാബിഹി, ബി വന്നാൽ ബി കിതാബിഹി. അപ്പോ അമ്മ വരുമ്പോഴത്തേക്ക് അമ്മിന്റെ കൂടെ ശേഷം അമ്മിന് കസർ വരുമ്പോ അമ്മിഹിന്ന. യദ്ഹബന ഇല റിയാദി ലിസിയാറത്തി അമ്മിഹിന്ന. അപ്പൊ അല്ലതി ഉള്ളതിന് അല്ലത്തി വരില്ലേ? അല്ലതി വല്ല ഉപയോഗിച്ചാ നമ്മളിപ്പം ചോദ്യത്തിൽ ആരെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി തന്നെ ചോദിച്ചുള്ളൂ. ആ കാര്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ലിസിയാറത്തി മൻ യദ്ഹബന ഇല റിയാദി എന്നാണ്. ആരെ കാണാൻ പോകുന്നു? അവരെ ഇളയപ്പ കാണാൻ പോകുന്നു. അമ്മുഹുന്ന അല്ല, സിയാറത്തി അമ്മിഹിന്ന, സിയാറത്തി അമ്മിഹിന്ന. കാരണം എന്താണ്? സിയാറത്ത് എന്ന് പറയുന്ന ഒരു നൗണാണ്. ആ നൗണിനെ എന്ത് ചെയ്യണം? മറ്റു നൗണിനോട് ചേർക്കണമെങ്കിൽ ഇലാഫത്ത് ചെയ്താലേ പറ്റുള്ളൂ. വാപ്പാന്റെ സിയാറത്തിന് വേണ്ടി, ഇളാപ്പാന്റെ സിയാറത്തിന് വേണ്ടി എന്നാണ് പദപ്രയോഗം. ഇളാപ്പാനെ കാണുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്രിയയായിട്ട് വരുമ്പോഴാണ് മഫ്ഊൽ ബിഹി ആയിട്ട് വന്നാൽ നസ്ബിയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നൗണായിട്ട് വന്നാൽ നൗണിനെ മറ്റേ നൗണിലേക്ക് ഇലാഫത്ത് ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ക്ലിയർ ആണോ? ക്രിസ്റ്റൽ ക്ലിയർ. സഹീഹമായലി എന്താ പറഞ്ഞേ? സഹീഹമായലി പറഞ്ഞു മനസ്സിലായില്ല. അറബിയാണോ പറഞ്ഞ മലയാളമാണോ പറഞ്ഞത്? ഞാൻ മനസ്സിലായി എന്ന് പറഞ്ഞതാണ് ഉസ്താദേ. ഫഹിംതു, ഫഹിംതു, സോറി, ഫരിയല്ല, ഫഹിംതു, സോറി. ഫഹിംതു അല്ലെങ്കിൽ അറഫ്തു, അറഫ്തു, അലിംതു, അലിംതു, ഫഹിംതു, അറഫ്തു. നമ്മൾ യൂസ് ചെയ്താൽ ഇവനെ റീകോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ അതെ, അങ്ങനെ പറയണം, അങ്ങനെ പറയണം. നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ അങ്ങനെ പറയും. നിങ്ങൾക്ക് അരോചകമാണെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. وفهمت أيضا, I also understood. التمرين الثاني صحيح مالي, correct the following. يريد أمر, يريد أمر. كيف قرأت أمرا? എന്തുകൊണ്ട് അമ്രം എന്ന് വായിച്ചത്? വലിമ ലം അഖ്റ ഉമറു. മാത്രമല്ല കുത്തിബത്ത് മഅൽ വാവി ആഖിറഹാ വാവുൻ على آخرها واو. إذا كتبت واو على عمر بعد عمر تقرأ أمر. أمر نوايا. يريد أمر أن يشتري كتابا فرنسيا من الهند. صحيح ما يلي. Correct the following. Correct you. يريد أمر أن يشتري كتاب. يريد أمر كتابا. കിതാബാണ് വായിക്കാൻ ഉദ്ദേശിച്ചത്? കിതാബൻ ഉർദിയ, ഉർദിയൻ മിനൽ ഹിന്ദ്.
കിതാബൻ ഉർദിയൻ. എന്തായാലും ഫ്രൻസിയ ആയിരിക്കുമല്ലോ എന്നുള്ളത് എന്തായാലും ഉറപ്പാ. വസാനി ജഅഫറുൻ മിനൽ അപ്പൊ ഹിന്ദി. കിതാബൻ ഉർദിയത്തൻ എന്നാണോ അതോ കിതാബൽ ഉർദിയത്താന്നാണോ? കിതാബൻ ഉർദിയൻ. കിതാബൻ ഉർദിയൻ. കിതാബ് പിന്നെ കിതാബ് മുദക്കർ ആയതുകൊണ്ട് ഉർദിയൻ എന്നാ പറയാ. കിതാബൻ ഉർദിയൻ. എന്താ കിതാബ് ടെക്സ്റ്റിൽ വന്നത്? ഉറുദു പുസ്തകം. കിതാബ് ലുഗത്ത് ചേർത്താല് കിതാബൻ ബിൽ ലുഗത്തിൽ ഉർദിയ എന്ന് പറയാം. ആ ആ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിതാബൻ ഫിറൻസിയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് കിതാബൻ ഉർദിയൻ എന്ന് പറഞ്ഞത്. ഇനി ലുഗത്ത് ചേർത്താൽ ലുഗത്ത് എന്താണ്? സ്ത്രീലിംഗമാണ്. അപ്പൊ എന്താ വരും? കിതാബൻ ബിൽ ലുഗത്തിൽ ബിൽ ലുഗത്തിൽ ഉർദിയത്തി എന്ന് വരും. ഉറുദു ഭാഷയിലുള്ള ബിൽ ലുഗത്തിൽ ഉർദിയത്തി എന്ന് വരും. അത് നമ്മൾ അറബി പറയുമ്പോഴും അറബി എന്ന വാക്കിന് അറബിയത്തുൻ എന്നും പറയും, അറബിയുൻ എന്നും പറയും. ബിലിസാനിൻ അറബിയിൻ മുബീൻ എന്ന് പറഞ്ഞെടുത്തതാ വ്യക്തമായ. അറബിയിൻ മുബീൻ എന്ന് പറഞ്ഞപ്പോ അറബി എന്ന് പറഞ്ഞ മാത്രമേ പറഞ്ഞു. നമ്മുടെ പുസ്തകത്തിന്റെ പേരെന്താ? ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യത്തി അല്ലേ? പുസ്തകത്തിന്റെ പേര് ദുറൂസി അൽ ലുഗത്തിൽ അറബിയ്യത്തി. അപ്പൊ ലുഗത്ത് വന്നതുകൊണ്ടാണ് അൽ അറബിയ്യത്ത് എന്ന് വന്നത്. ലിസാൻ വന്നപ്പോ എന്ത് പറഞ്ഞു? ലിസാനൻ അറബി, ലിസാനിൻ അറബിയിൻ എന്ന് പറഞ്ഞു. അപ്പൊ അറബി എന്ന പദം തന്നെ എന്താണ്? അതിന്റെ നഹ്വിന് വഴങ്ങുന്നതാണ്. നഹ്വിന് വഴങ്ങുന്നതാണ് അറബി എന്ന് പറയുന്നത്. അറബി എന്ന് പറഞ്ഞ ഭാഷയുടെ പ്രത്യേകത മനസ്സിലായി. അറബി എന്ന് എന്തുകൊണ്ട് പേര് വന്നു? വാക്കിന്റെ അന്ത്യം മാറി വരുന്ന ഭാഷ എന്ന അർത്ഥമാണ്. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറാബ് എന്ന് പറയൂലേ? ഇറാബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറബീകരിക്കൽ. അറബീകരിക്കൽ എന്നാണ്. ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് എന്ന് പറയുന്നതിന് അറബിയിൽ എന്ത് പറയും? അരിബ് എന്നാ പറയാ. അരിബ് അറബീകരിക്കുക എന്നാ പറയാ. ഇപ്പൊ ഇറാബ് എന്ന് പറഞ്ഞാൽ ഓരോ പദത്തിന്റെയും അന്ത്യത്തെ ഘടന പറയുന്നതിനാണ് ഇറാബ് എന്ന് പറയുന്നത്. അഥവാ നഹ്വ് അവസ്ഥ പറയുന്നതിനാണ് ഇറാബ് എന്ന് പറയുന്നത്. അപ്പൊ ഇറാബ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അറബീകരിക്കൽ. അറബി എന്ന് പറഞ്ഞാൽ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അന്ത്യം മാറി വരുന്ന ഭാഷ എന്നാണ് ശരിക്കും അതിന്റെ ഭാഷാർത്ഥം. അപ്പോ അത് തന്നെ ആ പദം തന്നെ എന്താണ്? നഹ്വിന് അഥവാ ഗ്രാമറിന് വഴങ്ങുന്ന പദമാണ്. അപ്പൊ ബിൽ ലുഗത്തിൽ അറബിയത്തി, ലുഗത്ത് വരും പറയുമ്പോ അത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് അറബിയത്ത്. ലിസാൻ വന്നപ്പോ ബിലിസാനിൻ അറബിയിൻ. അപ്പൊ എന്താണ്? അറബി ഭാഷ, ലിസാനിൻ അറബിയിൻ. അപ്പൊ എന്താണ്? അതിന് തായില്ല, ഇതിന് തായുണ്ട്. ഇനി വായിക്കുമ്പോ എവിടെയെങ്കിലും അറബിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചോളൂ. അറബി എന്നത് ഏതെങ്കിലും ഒന്നിന്റെ വിശേഷണമായിട്ടായിരിക്കും വരിക. ലോകത്തിന്റെ വിശേഷണമായിട്ടാണ് വരുന്നതെങ്കിൽ അറബിയത്തുൻ എന്നായിരിക്കും വരിക. ലിസാന്റെ വിശേഷണമായിട്ടാണ് വരുമ്പോഴത്തേക്ക് അപ്പൊ എന്ത് വരും? അറബി എന്ന് വരും. അവിടെ എന്താണ് പദം വന്നിരിക്കുന്നത് നോക്കിയിട്ട് അതനുസരിച്ചായിരിക്കും. സ്ത്രീലിംഗമാണെങ്കിൽ സ്ത്രീലിംഗമായിരിക്കും വരിക, പുല്ലിംഗമാണെങ്കിൽ പുല്ലിംഗമായിരിക്കും. തയ്യം. അത് ഉറുദുവിനും അങ്ങനെ തന്നെ ഉണ്ട്. الثاني جعفر من الهند. ജാഫർ എവിടുത്തുകാരനാണ്? നമ്മുടെ അയൽ രാജ്യം. ജാഫറൻ മിനൽ പാകിസ്ഥാൻ. മിൻ പാകിസ്ഥാന. من باكستان. الثالث لن يرجع خالد إلى الجامعة لأنهما لا يريد أن يدرس. لن يرجع خالد. എന്താ അർത്ഥം? മടങ്ങാൻ. അത് മനസ്സിലായാലേ പാഠം മനസ്സിലായെന്ന് അറിയാൻ പറ്റുമോ?
മടങ്ങിയിട്ടില്ല ഖാലിദ് ഖാലിദ് മടങ്ങുന്നില്ല. ഇല ജാമിയത്തിൽ ലൻ യർജിഅ ഖാലിദുൻ. മാദാ ഫഹിംതും? മടങ്ങിയിട്ടില്ല എന്നല്ലേ? മടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് ടെൻസ് ആണ്. ലൻ വരുന്നത് പാസ്റ്റിനാണോ പ്രസന്റിനാണോ ഫ്യൂച്ചറിനാണോ? മടങ്ങുന്നില്ല. ഇല്ല ഫ്യൂച്ചറാണ്, പോവൂല. ഐ മീൻ മടങ്ങൂല. മടങ്ങുകയില്ല. ലെൻ വരുന്നത് ഫ്യൂച്ചറിനാണ്, പ്രസന്റ് അല്ല കേട്ടോ, ഫ്യൂച്ചറാണ്. ലൻ യർജിഅ ഖാലിദുൻ ഇലൽ ജാമിഅതി. ജാമിയയിലേക്ക് ഖാലിദ് മടങ്ങുകയില്ല. ലിഅന്നഹു ലാ യുരീദു അൻ യദ്റുസ. ബിക്കോസ് he don't intend to study. അപ്പൊ എന്താ ശരിക്കും എന്താ കറക്റ്റ് ഫോളോയിങ്? അത് കറക്റ്റ് ചെയ്യും. തെറ്റല്ലേ? തെറ്റാണോ ശരിയാണോ? കറക്റ്റ് ചെയ്യും. ഇവിടെ സഹ്യമായ എന്നാ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ തെറ്റായിരിക്കും. എങ്ങനെ കറക്റ്റ് ചെയ്യും? എല്ലാം മരുന്ന്. അപ്പൊ എല്ലാം ശരിയാണ്. ജാമിയ ഇസ്ലാമിയയിലേക്ക് മടങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത് കേട്ടാ. ഹാമിദുൻ ഇലൽ ജാമിയത്തി ഇസ്ലാമിയ എന്നാണ്. ലിമൊന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞതിനെ കറക്റ്റ് ചെയ്യാനേ പറഞ്ഞുള്ളൂ. ഓക്കെ, എന്തായാലും ഭാഗം വായിച്ചു നോക്കുക. അസാലിസ് അജിബ് അൻ അസ്അലത്തിൽ ആതിയതി ബിൻ നഫി. നഫി എന്താണ്? നഫിയെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കുക. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കുക. മുസ്തഅമിലൻ ലൻ. മുസ്തഅമിലൻ എന്ന് പറഞ്ഞാൽ യൂസിങ്. ഇസ്തഅമല ഉപയോഗിച്ചു. ലൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഉത്തരം പറയുക. നെഗറ്റീവ് ഉത്തരം പറയുക. അത്തദ്ഹബു ഇലാ ബലദിക ഫീ ഉത്ലത്തി الصيف. എന്ത് പറയും? എന്താ പറയേണ്ടത്? ആദ്യം പറയണ്ടേ? ലൻ അദ്ഹബു. ഒരാളാണ് കറക്റ്റ്. നോ, ഐ വിൽ നോട്ട് ഗോ ഇലാ ബലദി ഫീ ഉത്ലത്തി الصيف. طيب الثاني أتذهبون إلى الملعب هذا المساء يا إخوان؟ لا لن ഊന എവിടെ നീട്ടി? സ്പീച്ച് മാറ്റണ്ടേ? അത്തദ്ഹബൂന എന്നാണ്. അത്തദ്ഹബൂന എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? മുത്തക്കല്ലിമാരാ പിന്നെ തിരിച്ചു പറയുമ്പോ ആൻസർ പറയുമ്പോ നദ്ഹബൂന എന്നൊരു വാക്കുണ്ടോ? നിങ്ങളെല്ലാം നേരത്തെ നസ്ബി എന്ന് പറഞ്ഞത്. എന്താ തെറ്റിക്കുന്നത്? ദഹബയുടെ പട്ടിക പറഞ്ഞു നോക്കി, അവസാനം എന്ത് വരും? യദ്ഹബ് എങ്ങനെ വരും? പറയുന്നത് അത്തദ്ഹബൂന, നിങ്ങൾ പോകുമോ എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഇത്ര നേരം 21 രൂപ പറഞ്ഞു നോക്കിയായിരുന്നു അല്ലേ? ഇലൽ മലാബി ഹാദൽ മസാഇ. അല്ലെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ, ഉത്തരം മാത്രം പറഞ്ഞാൽ ലാ ലൻ നദ്ഹബ. الثالث أيذهب زملاؤك في المتحف غدا يا علي؟
യദ്ഹബ് ലൻ യദ്ഹബു യദ്ഹബു ലൻ ലാ ഹദബ് അലി എന്നാണ്. യാ അലി എന്നാണ്. അപ്പൊ അലി ഉത്തരം പറയണം. എന്താ പറയാ? അലി ഉത്തരം പറയാ എന്താ പറയാ? لا أن أذهب. ലാ ലൻ അദ്ഹബ. لا لن أذهب. മതി, അല്ല അത്രയും മതി. ബാക്കി അങ്ങ് ചേർത്താൽ മതി. زملائي إلى المسجد. أذن. എന്ത് പറ്റി? ഉക്കാന്നല്ലേ ചോദിച്ചുള്ളത്, അപ്പൊ അദ്ദേഹം വരില്ലല്ലോ. പിന്നെന്താ പറയേണ്ടത്? യാ ലൻ അലിയു എന്നാണ്. യാ അലിയു. യദ്ഹബൂന്നല്ലേ വരിക? യദ്ഹബൂന്നല്ലേ വരിക? എത്രാത്തെയാണ്? മൂന്നാമത്തെ ഉത്തരം തന്നെ. ആ അലിയോട് ലൻ ചോദിക്കുമ്പോ അലി യദ്ഹബു എന്ത് ഉത്തരം പറയണം? ലൻ യദ്ഹബു സുമലാവുക്ക പോലെ ചോദിക്കുന്നു. സുമല ആണ്. സോറി. ആ അപ്പൊ അപ്പൊ എന്ത് പറയണം? ലൻ യദ്ഹബു ലൻ യദ്ഹബൂ. അപ്പൊ ശ്രദ്ധിച്ചിരുന്ന ആൾക്ക് മനസ്സിലായി. ജുമലാഇ. വേറെ ആരും ശരി പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ ഞാൻ എന്റെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സുമലാനെ കുറിച്ചാണ് ചോദിക്കുന്നത്. യദ്ഹബ് സുമല ഒക്കെ നിന്റെ ഫ്രണ്ട്സ് പോകുമെന്നാണ്. അപ്പൊ ബഹുവചനമാണ്. എന്ത് ചെയ്യണം? ലാ ലൻ 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 യദ്ഹബു. യദ്ഹബു. ലൻ യദ്ഹബൂ. അതെ. ലാ ലൻ യദ്ഹബൂ. അവര് പോവുകയില്ല. ഇലൻ الرابع أتلعبون كرة القدم هذا المساء يا إخواني؟ لا لن سبحان نلعب نلعب لا لن نلعب نلعب. لن نلعب. لن نلعب. إخوانا الخامس أيرجع المدرس من جدة غدا يا أستاذ؟ مدير لا أستاذ. لا لن ترجع. لن ترجع. താഴെ നീട്ടി. അയാൾ വരില്ല എന്നല്ലേ പറയേണ്ടത്? لا لن يرجع. الرابع التمرين الرابع تأمل أدوات النفي. അദവാത്ത് എന്നാണ് ഈ എന്താ പറയാ, നമ്മൾ പ്രിപ്പോസിഷൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അതിനെന്താ പറയാ? അദവാത്ത് എന്നാണ് പറയുന്നത്. അദവാത്ത് എന്ന് പറഞ്ഞ ഉപകരണം എന്നാണ്. ഉപകരണം എന്നാണ് ശരിക്കും അതിന്റെ ഉപകരണങ്ങൾ. ഏകവചനം അദാത്ത്. അദാത്ത് ടൂൾ. ടൂൾ. അപ്പൊ ഈ മായും ലായും ലന്നും ലമ്മും ഒക്കെ എന്താണ്? ടൂളുകളാണ്. ഇതൊക്കെ എന്താണ്? അത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. അപ്പൊ ക്രിയയെ നെഗറ്റീവ് ആക്കാനുള്ള ടൂള്. തഅമ്മൽ അദവാത്തിൻ നഫി. നഫിയാക്കാനുള്ള ടൂളുകൾ. അദവാത്തിന്റെ ഏകവചനം എന്താ പറഞ്ഞത്? അദാത്തുൻ. അദാത്തുൻ എഴുതുമ്പോൾ എന്ത് തായായിരിക്കും? അദാത്തുൻ എഴുതുമ്പോ കെട്ടുള്ളതായിരിക്കും അദാത്തുൻ. കേട്ടാ? ബഹുവചനത്തിൽ ഓപ്പൺ തായാണെങ്കിൽ ഏകവചനത്തിൽ ക്ലോസ്ഡ് തായായിരിക്കും. تأمل أدوات النفي. അപ്പൊ തഅമ്മൽ അദവാത്തി വരാൻ കാരണം അതിനെ നസ്ബ് ചെയ്തിരിക്കുകയാണ്. അദവാത്തി നഫി. നഫീന്റെ ഉപകരണങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ച് വായിക്കുക. അല്ലാത്തിയ ദ ഫോളോയിങ്. ലൻ ല മ. ഏതൊക്കെയാണ് അവ? ലൻ ല മ എന്നതാണ്. അപ്പൊ ഇവ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ذهبت إلى السوق أمس. ذهبت إلى السوق أمس. I went to the market yesterday. അപ്പൊ നെഗറ്റീവ് ആക്കാൻ എന്ത് ഉപയോഗിച്ചു? മാ ذهبت إلى السوق أمس. ഓക്കെ. الباء أذهب إلى السوق كل يوم. أذهب إلى السوق كل يوم. I am going to the market every day. എന്താണ് അത്? അതെന്താണ്? പ്രസന്റ് ആണ്. അത് ഹാബിച്വൽ ആക്ഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ലാ ഉപയോഗിച്ചവർ. ലാ അദ്ഹബു ഇല സൂഖി കുല്ല യൗം. ലാ അദ്ഹബു ഇല സൂഖി കുല്ല യൗം. അൽജീം സഅദ്ഹബു ഇല സൂഖി ഗദൻ. അതെന്താണ്? മുസ്തഖ്ബലാണ്. ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിന് എന്ത് പറയും അറബിയിൽ? മുസ്തഖ്ബൽ. പാസ്റ്റിന് എന്ത് പറയും? മാദി. പ്രസന്റിന്
കാര്യം ഹാല് ഹാല് എന്തിനു പ്രസന്റ് ഹാല് ഫ്യൂച്ചർ മുസ്തഖ്ബൽ മുസ്തഖ്ബൽ എന്നാണോ മുസ്തഖ്ബിൽ എന്നാണോ? മുസ്തഖ്ബൽ. അങ്ങോട്ട് വരുമ്പോൾ പറയുമായിരിക്കും, നോക്കാം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്റെ ഓർമ്മ. മുലാരി രണ്ടായിട്ട് തിരിക്കാം, മാളിയുണ്ട്, മുലാരി രണ്ടായിട്ട് തിരിച്ചാൽ ഒന്ന് ഹാലും ഒന്ന് മുസ്തഖ്ബലും വരും. അപ്പൊ ലൻ അസ്ഹബ എന്നാണ് മുസ്തഖ്ബലിനെ കുറിച്ച് പറയുക. ലൻ അസ്ഹബ ഇല സൂഖി. അതെ. അപ്പൊ എന്ത് ഉപേക്ഷിച്ചു? ഇവിടെ സ എന്ന പ്രയോഗം ഉപേക്ഷിച്ചു. ഇപ്പൊ ഫ്യൂച്ചർ ഉപയോഗിക്കാൻ വേണ്ടി പോസിറ്റീവ് ആണെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി സ ഉപയോഗിക്കും. അങ്ങനെയുള്ളപ്പോൾ നെഗറ്റീവിൽ വരുമ്പോൾ സ ഉപയോഗിക്കുകയില്ല. സലൻ അസ്ഹബ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ലൻ സ അസ്ഹബ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ സ ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നെഗറ്റീവ് ആകുമ്പോൾ സ ഉപയോഗിക്കുകയില്ല. ഇല്ല തന്നെ ലൻ അസ്ഹബ ഇല സൂഖി ഗദൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അപ്പൊ മനസ്സിലായല്ലോ. പാസ്റ്റ് ആണെങ്കിൽ മാ ഉപയോഗിക്കും, ഹാലാണെങ്കിൽ മാളിയാണെങ്കിൽ മാ ഉപയോഗിക്കും, ഹാലാണെങ്കിൽ ലാ ഉപയോഗിക്കും, ലെന്നാണെങ്കിൽ സോറി മുസ്തഖ്ബൽ ആണെങ്കിൽ ലെൻ ഉപയോഗിക്കും. الخامس التمرين الخامس اقرأ الأمثلة الآتية. read the following exercises. No, the examples. അംസിലത്ത് ഉദാഹരണങ്ങൾ. അതിന്റെ ഏകവചനം എന്താണ്? അംസിലത്തിന്റെ ഏകവചനം മിസാൽ. മിസാലും ഉദാഹരണം. ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെയൊക്കെ എക്സസൈസിലൊക്കെ മിസാൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മിസാൽ ഉദാഹരണം, അംസിലത്ത് എക്സാമ്പിൾസ്. അപ്പൊ ആദ്യത്തെ ഏകവചനമാണോ ബഹുവചനമാണോ? ബഹുവചനം. ആദ്യത്തെ ഏകവചനമാണ് കേട്ടോ. കാരണം അംസിലത്തിന്റെ വിശേഷണം പറയുമ്പോൾ അംസിലത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ലൻ അസ്ഹബ. അംസിലത്തിൽ ഇത് ജസ്റ്റ് വായിക്കാൻ വേണ്ടിയാണ്. ലൻ അസ്ഹബ ഇല ഖറിയതി ഫി ഉത്ലത്തി സൈഫി ഹാദൽ ആം. അവിടെ എന്താ പറഞ്ഞത്? ഹാദൽ ആം എന്ന് പറഞ്ഞാൽ ദിസ് ഇയർ, ഈ വർഷം ഞാൻ ഇല ഖറിയത്തിലേക്ക്, എന്റെ നാട്ടിലേക്ക് പോവുകയില്ല. അപ്പോ ഈ വർഷം ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞാൽ ഈ വർഷം ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പോവുകയില്ല. അപ്പൊ ലെൻ ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചർ ആണത്. എന്താണ്? ഫ്യൂച്ചറാണ്. ഈ വർഷം പോവുകയില്ല എന്ന് പറഞ്ഞാൽ ഈ വർഷം അടയ്ക്കുമ്പോൾ ഞാൻ പോകുന്നില്ല, പല പോവുകയില്ല. അസാനി ഇന്നി മുത്ആബുൻ ജിദ്ദൻ. മുത്ആബ് എന്താണ്? മുത്ആബ് ടയേർഡ്. വളരെ താബ് എന്ന് പറഞ്ഞാൽ താബ് ക്ഷീണം, മുത്താബ് ക്ഷീണിതൻ. താബാന എന്ന് പറയുന്നത് അത് തന്നെ. താഴ്ബാൻ എന്ന് പറഞ്ഞാല് താഴ്ബാൻ എന്ന് പറഞ്ഞാൽ ജുആൻ പോലെ ആൻ ഉപയോഗിച്ച് നരുവ. ജുആൻ വിശപ്പ്, ജുആൻ വിശപ്പുള്ളവൻ. താഴ്ബാൻ ക്ഷീണിതൻ, ക്ഷീണമുള്ളവൻ. താഴ്ബാൻ എന്ന് പറയുന്ന പോലെ മുത്താബുൻ എന്നും പറയും. അപ്പോ ഇനി മുത്താബുൻ ജിദ്ദൻ, ജിദ്ദനെ വെച്ച് ക്ഷീണിതനായെന്നല്ല, വെരി ടയർഡ്. ഫലൻ അഖ്റുജ മിനൽ ബൈത്തിൽ യൗമ. ഫലൻ അഖ്റുജ മിനൽ ബൈത്തിൽ യൗമ. അപ്പോ ഇന്ന് ഞാൻ പോവുകയില്ല. അപ്പൊ എന്താണ്? ഇന്ന് ഞാൻ പോവുകയില്ല എന്നാണ് ലൻ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭാവിയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഞാൻ പോവില്ല. അപ്പം അൽ യൗം എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ന് പ്രസന്റ് ആണ് സംഭവം. പക്ഷെ എന്താണ്? പോവുകയില്ല എന്നുള്ളത് അല്ല, ആ ദിവസം കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഹാദൽ ആം, അപ്പോഴും വർഷം കഴിഞ്ഞിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ലെൻ ഉപയോഗിച്ച് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ
അസാലിസ് ലൻ അത്റുക സ്വലാത്ത അബദൻ. അതെന്താണ്? ഭാവിയിൽ ഒരിക്കലും ഞാൻ നമസ്കാരം ഉപേക്ഷിക്കുകയില്ല. ഒരിക്കലും ഞാൻ നമസ്കാരം ഉപേക്ഷിക്കില്ല. ലൻ അത്റുക സ്വലാത്ത അബദൻ. الرابع قال المدرس അധ്യാപകൻ പറഞ്ഞു ലൻ അസ്മഹ ലക്കും ബിദ്ദുഖൂൽ ബഅദ ബദഇ الدرس في المستقبل. മുസ്തഖ്ബൽ ഒന്നല്ല, മുസ്തഖ്ബൽ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോ قال المدرس അധ്യാപകൻ എന്ത് പറഞ്ഞു? ലൻ അസ്മഹ ലക്കും, I will not permit you or allow you ബിദ്ദുഖൂൽ for entrance, പ്രവേശിക്കാൻ. ബഅദ ബദഇ الدرس, ബദ എന്താണ്? ക്ലാസ് തുടങ്ങിയതിന് ശേഷം. ബദ ആരംഭം. ബഅദ ബദഇ ആരംഭത്തിന് ശേഷം. ബദഇ ദർസി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ലാംഗ്വേജാ പഠിക്കുന്നത്. പഠിക്കുമ്പോൾ കറക്റ്റ് ടെൻസ് അനുസരിച്ച് വേണം പഠിക്കാൻ. ക്ലാസ് തുടങ്ങിയതിന് ശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾ വെർബല്ല ഉപയോഗിച്ചത്. ക്ലാസിന്റെ ആരംഭത്തിന് ശേഷം. അപ്പൊ എന്നാലും നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ മനസ്സിലാവുള്ളൂ. ബദ എന്ന് പറഞ്ഞപ്പോ എന്തായി? അത് കെസർ വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി അതെന്താണ്. അത് നൗണാണ്. ബദ ആരംഭിച്ചു. ബദ യബ്ദഉ. വഹും ബദഊകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ബഅദ ബദഇ ദർസി ഫിൽ മുസ്തഖ്ബൽ. ക്ലാസിന്റെ ആരംഭത്തിന് ശേഷം ഞാൻ നിങ്ങളെ പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല. അപ്പോഴും അതെന്താണ്? അതൊരു സ്ഥിരമായിട്ടുള്ള പ്രസ്താവനയാണ്. ലൻ അഹ്ലിഖ ലഹിയതി അബദൻ. ഖലഖ യഹ്ലിഖു എന്താ അർത്ഥം? ഖുർആനിലുള്ള വാക്കാണ്. ലാ തഹ്ലിഖു റൂസകും, ശിക്ഷിക്കുക എന്നാണോ? ഖലഖ ഷേവ് ചെയ്തു. ലൻ അഹ്ലിഖ ലഹിയതി, ഞാൻ ദാടി ഒരിക്കലും പഠിക്കുകയില്ല. ഖലഖ യഹ്ലിഖു പറഞ്ഞു തോന്നി ഇതോടെ മുമ്പ്. ഇതൊക്കെ ഇതുകൊണ്ടാണ് അറിവ് പഠിക്കുമ്പോഴത്തേക്ക് തെറ്റി പോകും. അതുകൊണ്ട് നിങ്ങൾ പേടിച്ചു പോകണം എന്ന് പറഞ്ഞു. ഖലഖ പുള്ളിയിട്ടാല് സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ ഖാലിഖ് സൃഷ്ടാവാണ്. ഹാലിഖ് എന്ന് പറഞ്ഞാല് ഷേവ് ചെയ്യുന്നവനാണ്, ശുരകനാണ്. അങ്ങനെയൊക്കെ എല്ലാ ഭാഷയിലും ഉണ്ടാവും വ്യത്യാസം. ഓക്കെ. ലൻ യർജിഅ ബി മിൻ മക്കത ഖബ്ല റമദാന. ലൻ യർജിഅ ബി മിൻ മക്കത ഖബ്ല റമദാന. എന്താർത്ഥം? റമദാനിന് മുമ്പ് എന്റെ ഉപ്പ മടങ്ങി വരികയില്ല. മടങ്ങി വരികയില്ല. السابع لن نشرب الخمر അബദൻ. കുടിക്കൂല. ഞങ്ങൾ ഒരിക്കലും മദ്യം കുടിക്കുകയില്ല. الثامن قال اليهود لموسى. ഖംറു എന്നല്ല വരിക, നശ്റബ ഖംറു എന്നല്ല വരിക. എന്തുകൊണ്ട്? ഖംറ എന്ന് വരിക. നഷ്റബിന്റെ ഫാഇൽ ആരാണ്? ഖംറ എന്താണ്? അപ്പോ ഒബ്ജക്റ്റ് ആണത്. الثامن قال اليهود لموسى عليه السلام. മൂസ അലൈഹിസ്സലാമിനോട് യഹൂദ് പറഞ്ഞു, യൂദന്മാർ പറഞ്ഞു, യാ മൂസ ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദിൻ. ഒരേ വിധത്തിലുള്ള ഭക്ഷണം. അതേപോലെ തന്നെ ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ. അപ്പൊ അബദൻ ചേർത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദിൻ, ഒരേ ആഹാരം തിന്നുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്നും അലുവയും ഇതും തിന്നണം. ചിക്കനും അലുവയും എന്നും തിന്നണം. കാടപ്പക്ഷിയുടെ ഇറച്ചി, മറ്റേ ഇതും മഞ്ഞും സൽവയും. എത്ര രുചികരമാണ് ഭക്ഷണം കൊടുത്തിട്ട് മരുന്നാണ്. ഇതൊക്കെയാണ് അവരുടെ ധിക്കാരത്തിന്റെ അടയാളങ്ങൾ, ധാർഷ്ട്യത്തിന്റെ അടയാളങ്ങൾ. കമാ ജാ ഫീ സൂറത്തുൽ ബഖറ. അവർക്ക് വീട് തന്നെ വേണ്ട, മേഘത്തിന്റെ തണലാണ് വിരിച്ചു കൊടുത്തത്. ഓക്കെ. കമാ ജാ ഫീ സൂറത്തി അൽ ബഖറ. സൂറത്തുൽ ബഖറയിൽ വന്ന പ്രകാരം
അപ്പൊ നമ്മള് പ്രസംഗത്തിലൊക്കെ ഉദ്ധരിക്കാൻ അവരുടെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കണം. ഇതേപോലെ കമാ ജാ ഫി സൂറത്തുൽ ബഖറ, സൂറത്ത് ബഖറയിൽ വന്നിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ ഇപ്പൊ ഇങ്ങനെയല്ല പറയുന്നത്, ആ ശൈലി തന്നെയാണ് അറബി ഭാഷയും പറയുന്നത്. في سورة البقرة آية الثامنة آية 61 آية 61. التاسع قال النبي صلى الله عليه وسلم من لبس الحرير في الدنيا فلن يلبسه في الآخرة رواه البخاري. من لبس الحرير എന്താണ്? ആരാണോ ഇവിടെ ഹരീർ എന്താ? ഹരീർ സിൽക്ക്, പട്ടുവസ്ത്രം. ദുനിയാവിൽ ആരാണോ സിൽക്ക് ഏതൊരുവൻ പട്ടുവസ്ത്രം ധരിക്കുന്നുവോ കിട്ടൂല. റവാഹുൽ ബുഖാരി. അപ്പൊ അൽ ബുഖാരി നമ്മൾ സാധാരണ പറയുമ്പോൾ ബുഖാരി ഇമാം ബുഖാരി എന്നാണ് പറയുന്നത്. ഇമാം ബുഖാരി എന്നല്ല ശരിക്കും, അൽ ബുഖാരി എന്നാണ്. അൽ ബുഖാരി. അപ്പൊ നമ്മൾ അറബിയിൽ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മലയാളത്തിൽ ബുഖാരി എന്ന് കഴിയുമ്പോഴത്തേക്ക് വലിയ എല്ലാവരും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അറബിയിൽ എഴുതുമ്പോൾ അങ്ങനെ അല്ലില്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല. അതേ ഭാഷയിൽ തന്നെ എഴുതുമ്പോഴേ അൽ ഉപയോഗിച്ചിട്ടേ വരുള്ളൂ. അൽ ബുഖാരി എന്നാണ്, ബുഖാറക്കാരൻ. അസാദിസ്. അപ്പൊ ഇത്രയും ആ പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഫലൻ യൽബിസഹു ഫിൽ ആഖിറതി. അപ്പോ ഭാവിയിൽ ആഖിറത്തിൽ ധരിക്കുകയില്ല. യാ മൂസ ലൻ നസ്ബിറ അലാ തആമിൻ. ഇത് ഒരു പൊതു പ്രസ്താവന കൂടിയാണ്, ആറിലാണ് വന്നിരിക്കുന്നത്. അസാദിസ് അദ്ഖിൽ ലൻ അലൽ അഫ്ആലിൽ ആതിയത്തി വദ്ദിത് ആഖിറഹ. നമ്മളെന്താ പറയും? അവസാനത്തെ 10 കസം കൊടുക്കാൻ പറയും. അവസാനം 10 കസം കൊടുക്കാനല്ല പറഞ്ഞത്, യദ്ദിത് ആഖിറഹ എന്നാണ് ശരിക്കും അതിന്റെ പ്രയോഗം. അവസാനത്തെ അടയാളം ശരിപ്പെടുത്തുക. യഖ്റുജു. വേഗം പറയും. ഈ ലന്നെ ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. ലൻ യഖ്റുജ തക്തുബീന. ലൻ തക്തുബി. ലൻ തക്തുബി നാ പോകും. അപ്പൊ അത് ഖംസ ആയതുകൊണ്ട്. യശ്റബൂന. ലൻ യശ്റബു. ലൻ യശ്റബു. യഗ്സിൽന. ലൻ യഗ്സിൽന. ലൻ യഗ്സിൽന. ഒരുപാട് പെണ്ണുങ്ങളുള്ളതുകൊണ്ട് നൂന് ഉറച്ചു വയ്ക്കും. അദ്ഖുലു. ലൻ അദ്ഖുല. ലൻ അദ്ഖുല. ലൻ അദ്ഖുല. തഫ്തഹ്ന. ലൻ തഫ്തഹ്ന. അപ്പൊ അവിടെയും പെണ്ണുങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് ഉറച്ചു വയ്ക്കുന്നു. തഅകുലീന. ലൻ തഅകുലി. ലൻ തഅകുലി. ഒരു പെണ്ണേ ഉള്ളൂ, അപ്പൊ ഞാൻ നൂന് പോകും. തജ്ലിസു. ലൻ തജ്ലിസ. ലൻ തജ്ലിസ. അപ്പോ ഹാദിഹി ഹിയ الدرس 19. ها هنا إليكم الكلمات الجديدة. آسف. ما معنى آسف؟ آسف ഖേദമുള്ളവൻ. sorry. I'm sorry. أنا آسف. ഞാൻ ഖേദമുള്ളവനാണ്. സിഫാറത്ത്. സഫീറാണ്, അംബാസിഡർ അല്ലെങ്കിൽ ദൂതൻ. ആമുൻ ബഹുവചനം അവാമുൻ. ആമിന്റെ പര്യായപദമാണ് സനത്ത്. അതിന്റെ ബഹുവചനം സിനീന. സബഅ സിനീന. ഹിന്ദിയും ബഹുവചനമാണ് ഹുനൂദ്. ഖംറൻ ഖുമൂർ. മദ്യങ്ങൾ. മൗജൂദുൻ പ്രസൻസ്. മൗജൂദ് പ്രസന്റ്. അവൈലബിൾ. മൗജൂദ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ എന്നാണ് ശരിക്കും, കേട്ടോ. അവൈലബിൾ. പ്രസന്റ് എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഹാദറാണ് പ്രസന്റ്. മുതാബ് ടയേർഡ്. ഹരീർ സിൽക്ക്.
സിൽക്ക്. സിൽക്ക് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. പട്ടുവസ്ത്രം. ദുനിയ നമുക്കറിയാം. ദുനിയ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തുള്ളത് ദുനിയ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതെന്നാണ്. ദിസ് വേൾഡ് എന്ന അർത്ഥത്തിൽ പറയാം. അല്ലാഖിറത്തു. പക്ഷെ ദിസ് വേൾഡ് എന്ന് പറയുമ്പോ പിന്നെ യൂണിവേഴ്സ് എന്ന അർത്ഥത്തിലല്ല കേട്ടോ. ദുനിയ എന്ന് പറയുന്നത് യൂണിവേഴ്സ് എന്ന അർത്ഥത്തിലല്ല, സമീപസ്ഥമായ ജീവിതം എന്ന അർത്ഥത്തിലാണ് ദുനിയ. അല്ലാഖിറത്തു ദുനിയ ഖുറാനിലുണ്ട് കേട്ടോ. ഈ ഹയാത്ത് ദുനിയ അല്ലാത്ത ഭാഷാർത്ഥത്തിൽ ദുനിയ ഉണ്ട്. സാങ്കേതിക അർത്ഥത്തിൽ വരുന്ന പല പദങ്ങളും അതിന്റെ ഭാഷാർത്ഥത്തിൽ വന്നിട്ടുണ്ട്. കാരണം അതിന്റെ ഒറിജിനൽ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സൂറത്ത് അൻഫാലിലാണെന്ന് തോന്നുന്നു. അല്ലാഖിറത്തു. അപ്പൊ ദുനിയയുടെ ഓപ്പോസിറ്റ് ആണ് ഹയാത്ത് ദുനിയാണ്, ഓപ്പോസിറ്റ് ഹയാത്തുൽ ആഖിറത്ത്. നമ്മൾ സാധാരണ പറയുമ്പോൾ ദുനിയ ആഖിറത്ത് എന്നാണ് പറയുന്നത്. മുസ്തഖ്ബൽ നമുക്കറിയാം. മുസ്തഖ്ബലിന്റെ ഒന്ന് ക്രിയയുടെ നേരത്തെ പറഞ്ഞു നമ്മൾ. മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ ഭാവി കാലം, ഭാവി. അതെ, 3 കാലം. ആരംഭം. അഹദൻ അറിയാം. അബദൻ, ലൈസ, ലബിസ യൽബസു, ലുബ്സുൻ. ലബിസ യൽബസുന്റെ ക്രിയാധാതു ലുബ്സ് എന്നാണ്. ലബിസ ധരിച്ചു. സബറ യസ്ബിറു സബറുൻ, തറക യത്റകു തർക്കുൻ, യഅ്തമറ യഅ്തമിറു ഇഅ്തിമാറുൻ. ഇഅ്തിമാറാണ് നമ്മൾ അതിൽ ഉപയോഗിക്കൽ. ഉംറത്തുൻ ഉംറ, തീർത്ഥാടനം. ദർബൻ. എഴുത്തമറ എന്ന ക്രിയ ഉപയോഗിച്ചാൽ അതിന്റെ ക്രിയാധാതു എഴുത്തിമാറാണ്. ഉംറ നിർവഹിക്കൽ. ഉപേക്ഷിക്കുക അല്ലെ? തറക്ക ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഉത്തരക്ക് തർക്കം ഉപേക്ഷിക്കുക. എന്തായിരുന്നു നിങ്ങൾ മുത്തഹബ് ആയോ? നമ്മള് താഴ്ബാനൊക്കെ പറഞ്ഞില്ലേ? സമയപ്പോയി 9 കഴിഞ്ഞായി. 9 മണിക്ക് ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ്. അപ്പൊ ക്ലാസ് ഉള്ളതിന്റെ അന്ന് നേരത്തെ ഉറക്കണം. കുറച്ച് ക്ലാസ് ഒക്കെ നേരത്തെ ആക്കാം ഉസ്താദേ. നമുക്ക് ക്ലാസ് നേരത്തെ ആക്കാം. ഇപ്പൊ നിർത്താൻ പോവാണ് ഞാൻ. അതല്ല, നമുക്ക് തുടങ്ങാം നേരത്തെ. എങ്ങനെ തുടങ്ങാം? നിങ്ങൾ എപ്പോഴാ ജോലി കഴിഞ്ഞ് വരുന്നത്? ജോലിയെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പൊ ഈ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് എന്താ പറയാ മസാലകൾ ചിന്തിക്കും. അപ്പൊ മസാലകൾ ചിന്തിക്കുമ്പോ ഇടയ്ക്ക് ജമാഅത്ത് നമസ്കാരം വരും. അപ്പൊ ജമാഅത്ത് നമസ്കാരം പറയുമ്പോ പലരും പറയും ഞങ്ങൾ ജമാഅത്തിന് പോയെന്ന് പറയും. അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യണം? നമ്മള് യൂണിവേഴ്സലി സെറ്റപ്പ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലുള്ള ഒരുമിച്ച് നമസ്കരിക്കണം. വീട്ടിൽ ഒരാളെയും കിട്ടൂല ഒരുമിച്ച് നമസ്കരിക്കാൻ. അങ്ങനെ ഞാൻ നൂലാമാലകളിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ സെറ്റ് ടൈം നമുക്ക് 8:45 to 9:30 എന്ന് വെക്കുന്നു. ഞാൻ പലപ്പോഴും തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ ഇന്നൊരു പരീക്ഷ ഉണ്ടല്ലോ, പരീക്ഷയുടെ പ്രിപ്പറേഷൻ, പിന്നെ അത് ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറി. അങ്ങനെ പിന്നെ ഓൺ ചെയ്തൊക്കെ വരുമ്പോൾ 5-10 മിനിറ്റൊക്കെ ലേറ്റ് ആവും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിലാണ് നീണ്ടുപോകുന്നത്. ഞാൻ വേറെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വരികയാണ് 6 മണി വരെ, അല്ലെങ്കിൽ 4 വരെ. 6 മണിക്കാണ് ഇവിടെ എത്തി. അതെന്താ ഉസ്താദേ? വേറെയാണോ? ഖുർആൻ അല്ലാത്തതാണോ? അത് അക്യുപഞ്ചർ. അത് കഴിഞ്ഞിട്ടില്ല അല്ലെ? അല്ല, അത് പൂർണ്ണമാകാത്തത് കൊണ്ട് ഒന്നുകൂടെ റീടേക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പൊ സബറിന്റെ ക്രിയാധാതു സബറാണ്. സബറയുടെ ക്രിയാധാതു സബറാണ്. തർക്കയുടെ തർക്കാണ്. തർക്കുൻ. അതായത്
നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ക്രിയാധാതു പൊതുവിൽ പുസ്തകങ്ങളിലും ഡിക്ഷണറികളിലും ഒക്കെ ഉള്ളത് നെസ്ബ് ചെയ്തിട്ടാണ്. അതായത് മഫ്ഊൽ മുത്തലഖ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നെസ്ബ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്രിയാധാതുവിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്തൊക്കെയും മിക്കവാറും 99% അത് നെസ്ബ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മള് ക്രിയാധാതു പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ക്രിയയുടെ ഘടന പറയുമ്പോൾ പൂർണ്ണക്രിയ, അപൂർണക്രിയ, ക്രിയാധാതു ഇങ്ങനെയാണ് പറയേണ്ടത്. ലറബിയളിബു ലർബുൻ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചാൽ ലറബിയളിബു ലർബുൻ. ഡിക്ഷണറി നോക്കിയാൽ ഉണ്ടാവുക ലറബിയളിബു ലർബൻ, സബറ യസ്ബിറു സബറൻ, തർക യത്റകു തർക്കൻ, ലബിസ യൽബസു ലുബ്സൻ, ഇൽതമറ യൽതമിറു ഇൽതിമാറൻ. അത് നെസ്ബി ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നെസ്ബി എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്വതവേ തന്മീനുള്ളതായിരിക്കുമല്ലോ, അൽജിയാന്നിട്ടുണ്ടാവില്ല. അപ്പൊ തന്മീനുള്ളതായിരിക്കും. അപ്പൊ നെസ്ബി എന്ന് പറഞ്ഞാൽ അത്ര തന്മീനായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പഠിച്ചതുപോലെ ലമ്മ തന്മീൻ കൊടുത്ത് പറയുന്നത് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവിടെ എന്തുകൊണ്ട് ഫത്തഹാക്കി എന്നൊക്കെ ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ലമ്മയെ തന്നെ ആദ്യമേ പഠിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ നിർത്തുകയാണ്. എന്താണ് അന്നിസാന്റെ റിസൾട്ട് ഒക്കെ റെഡിയാണ്. ടൈപ്പ് ചെയ്ത് കമ്പയർ ചെയ്ത് റിസൾട്ട് വരും. എല്ലാം റെഡിയാണ്. പബ്ലിഷ് ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും ഓരോ മിനിറ്റ് ആണ്. പക്ഷെ എന്റെ എല്ലാം ഓരോ മിനിറ്റ് പണികളൊന്നും ഇങ്ങനെ മൊത്തത്തിൽ മാറ്റി എടുത്തിരിക്കുന്നുണ്ട്. കുറെ റിസൾട്ട് ഇവിടെ റെഡിയാണ്. എല്ലാ റിസൾട്ടും അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും. എന്റെ പുസ്തകം പ്രസ്സിൽ കൊടുത്തിന് മാത്രമേ ബാക്കി അടുത്ത പണിയുള്ളൂ. 3-ാം ഭാഗം എല്ലാവരും 3-ാം ഭാഗം വാങ്ങണം കേട്ടോ. അതിൽ 3-ാം ഭാഗത്തിൽ കുറെ നമ്മൾ നേരത്തെ തരാത്ത നോട്ടുകളൊക്കെ അതിലുണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മളെ വീട്ടിൽ അത് അടയാളമായിട്ടുണ്ടായിരിക്കും, അണ്ടർസ്റ്റാൻഡ് ഖുറാന്റെ പാർട്ട് 3. പാർട്ട് 3 ബേസിക്കിന്റെയും സിൽവറിന്റെയും പുസ്തകമാണ്. അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് 3-ാം ഭാഗമായിട്ട് വരുന്നത്. പൈസ ലാഭിക്കാൻ വേണ്ടി 2 പാർട്ടാകുമ്പോൾ വില കൂടും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ടും കൂടി ചേർന്നിട്ടാണ് വരിക. സർ, എന്റെ 3 വർഷം മുമ്പുള്ള UQMന്റെ ടെക്സ്റ്റൈൻ ഉള്ളത്. അപ്പോ 3 വർഷം മുമ്പുള്ളതൊക്കെ കഴിഞ്ഞ് അതൊക്കെ എന്ത് ചെയ്യാ, അത് ഹദിയ കൊടുക്കുക വേറൊരാൾക്ക്. നമ്മൾ പുതിയത് പഠിക്കുക. അപ്പൊ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് എക്സ്ട്രാ കണ്ടൻസ് ഉണ്ട്. അതിന്റെ എക്സ്ട്രാ കണ്ടൻസ് ഉണ്ട്. അതെ, നമ്മൾ CBSE നമുക്കറിയാലോ, കണക്ക് പണ്ട് പഠിച്ച കണക്ക് ഇപ്പോഴത്തെ പഠിച്ച കണക്ക് ഒന്നാണ്. എന്നാൽ CBSEയുടെ സെയിം പുസ്തകമാണോ പഠിപ്പിക്കുന്നത്? പഴയ ഗ്രാമർ പുസ്തകം എടുത്ത് നോക്കി ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചിരുന്ന എങ്ങനെ നോക്കാം. നമ്മൾ 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും ഇന്നത്തെ പുസ്തകം എടുത്ത് നോക്കാം. ഗ്രാമർ പഠിപ്പിക്കുന്ന രീതി ശൈലിയൊക്കെ ഒരുപാട് വ്യത്യാസം. നമ്മളൊന്നും കോപ്പി പേസ്റ്റ് അല്ല, സ്റ്റീരിയോ ടൈപ്പ് അല്ല, മറിച്ച് എന്താണ്, പുതുക്കിക്കൊണ്ടേയിരിക്കും. ജദ്ദിദു ഈമാനൊക്കെ എന്നാണ്, നിങ്ങളെ ഈമാനെയും പുതുക്കിക്കൊണ്ടിരിക്കാവുന്നതാണ്. അത് നമ്മളെ പുസ്തകം മാത്രം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ സിലബസും പരിഷ്കരിച്ചിട്ടുണ്ട്. സർവ്വ സിലബസും പരിഷ്കരിച്ചിട്ടുണ്ട്. അറബി പഠിപ്പിക്കുന്ന സിലബസ് പോലും പരിഷ്കരിച്ചിട്ടുണ്ട്. ഖുർആൻ പഠിക്കുന്ന സിലബസ് മാത്രം പരിഷ്കരിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മളതല്ല, വേറെ ഒന്നും ഇല്ല. ഖുർആൻ പഠിക്കാൻ ഒരു സിലബസും ഇല്ല. ഇതല്ലാതെ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ അല്ലാതെ ഒരു സിലബസ് ഇല്ല. ഖുർആൻ പഠിക്കാനില്ല. അത് പഠിക്കാനുണ്ട്. അറബി ഭാഷ പഠിക്കാൻ സിലബസ് ഉണ്ട്. ഖുർആൻ പഠിക്കാൻ മാത്രം. അതിന്റെ ബദൽ സംവിധാനമാണ്. അതിന്റെ പണിയിലാണ്. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ഇറങ്ങുന്നത്. ഓർഡർ ചെയ്യുക. സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തന്നെ ഓർഡർ, അല്ലെങ്കിൽ ഓഗസ്റ്റ് തീരുന്നതിന് മുമ്പ്. അപ്പൊ ഇൻഷാ അല്ലാഹ് 20-ാമത്തെ പാഠം നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അല്ലാഹ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെയും നമ്മുടെ നാട്ടുകാരുടെയും അതേപോലെ നമ്മെപ്പോലെ നാം വിശ്വസിച്ച വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കുന്നവരുടെയും പ്രയാസങ്ങൾ അല്ലാഹ് മാറ്റി കൊടുക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ. അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.